മിമിക്രി പോലും നേരെ ചൊവ്വയെ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോം. ദൈവമേ, ഗുലുമാലിൽ നിന്നും ഗുലുമാലികളിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. വലിയ നടനെന്ന് സ്വയം അവകാശപ്പെടുന്ന ടിനി ടോം നടത്തിയ പ്രസ്താവനയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. എനിക്കതൊന്ന് കാണണം. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയുന്നത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു. അടൂർ ബാസി സാറിന്റെ അടുത്തൊക്കെ കരഞ്ഞു അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. അളിയാ, നീ ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നോ? ആ പ്രസ്താവനയിലെ ശരി തെറ്റുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇനി കൊള്ളാൻ റെഡി ആയിക്കോ. മിമിക്രി പോലും നേരെ ചൊവ്വയെ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോം. ഫ്ലാഷ് ബാക്ക്. നീയൊക്കെ വള്ളി ട്രൗസർ ഇട്ട അജന്തയിൽ ആദ്യ ഭാവം കണ്ടു കിടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാണ്. അവന്റെ ബാപ്പയാ ദുബായിൽ നിന്ന് കാണാൻ വന്നത്. കലാബോധമില്ലാത്ത കൊലപാതകികളായി ഈ ഏരിയ മുഴുവൻ. പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം. ഏത് നടന്റെ ശബ്ദം എടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തോട്ട് വരുന്നത്. മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം നടത്തുന്ന ഒരു നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതാണല്ലോ ഇവിടെ സ്ഥിരം പരിപാടി. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകർ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന ഒരു നടനാണ് പ്രേം നസീർ. നസീർ സാർ ആരാണെന്ന് ഈ തള്ളല് വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. ഈ തള്ളല് വീരൻ നല്ല പേര്. ആ മഹാൻ നന്മയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പാഠപുസ്തകമാണ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരമേറ്റപ്പോൾ ഈ മഹാനായ നടൻ ടിനി ടോം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. മോഡിക്ക് ഗദ്ദാഫിയുടെ സ്ഥിതി വരുമെന്ന്, അതായത് നാട്ടുകാർ തല്ലിക്കൊന്നു വലിച്ചഴച്ചു കൊണ്ടുപോകുമെന്ന്. ഇത് കേട്ട് രോക്ഷാകുലരായ ജനങ്ങൾ അയാളുടെ വീട്ടിലേക്ക് പാഞ്ഞെടുത്തു. പിന്നീട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാണ് അതിൽ നിന്നും തലയൂരിയത്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. പോയി ചത്തുടടാ. ബിഗ് ബോസിൽ പങ്കെടുത്ത ഡോക്ടർ രജിത് കുമാറിന് അനുകൂലമായി സംസാരിച്ച് പോസ്റ്റിട്ട ഒരു സ്ത്രീയോട് അയാൾ ഫോൺ വിളിച്ചു പറഞ്ഞു, നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റുമെന്ന് പറഞ്ഞ അശ്ലീല സംഭാഷണം ഇന്നും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അവർ എന്നെ വിളിച്ചറിയിച്ചു. ഇയാൾക്കെതിരെ കേരളത്തിലുള്ള പ്രേം നസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും അവർ എന്നെ അറിയിച്ചു. പണി വരുന്നുണ്ടവറാച്ച.